ഇൻ ടു ദ വൈൽഡ്സ്. ഈ ഒരു ചിത്രത്തിൽ ഒരു മനുഷ്യൻ എത്തോളം ആളുകളിൽ നിന്ന് ഇടപഴകാതെ ഒറ്റയ്ക്ക് ഇൻട്രോവേർട്ടായിട്ടോ അല്ലെങ്കിൽ ഏകാന്തമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണിത്. അയാൾക്കെല്ലാം ഉണ്ടായിരുന്നു, കുടുംബം ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ ചിന്തകൾക്ക് മാറ്റം വരികയും rather than money, rather than power, rather than anything, give me truth. എനിക്ക് സത്യം തരൂ, എനിക്ക് സത്യമാണ് വേണ്ടത്, എനിക്ക് പണമോ പ്രശസ്തിയോ ഒന്നുമല്ല, അതിന് പകരം എനിക്ക് സത്യം തരൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലോകത്ത് നിന്ന്, ആ ക്രൗഡഡ് ആയിട്ടുള്ള ലോകത്ത് നിന്ന് വളരെ മിനിമലായിട്ടുള്ള നോയ്സുകളില്ലാത്ത വളരെ ശാന്തമായിട്ടുള്ള ലോകത്തേക്ക് പോകുന്ന ഒരാളുടെ കഥ പറയുന്ന ചിത്രമാണിത്. ഈ ഒരു ചിത്രത്തിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു വരികയാണെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ ഷോർട്സിൻ്റെ ആംഗിൾസ്, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് മനോഹരമായ പശ്ചാത്തലം, ചിത്രങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എല്ലാം ടോപ്പ് നോച്ചാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ചിത്രത്തിൽ ഇതിലെ നായകന് ആളുകളുടെ അടുത്ത് ഇടപഴകുന്ന സീനുകളും ഉണ്ട്. പക്ഷേ ഹി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അവന് അതിൽ നിന്ന് സംതൃപ്തിയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ക്രൗഡഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വീണ്ടും ഉള്ളിലോട്ടേക്ക് പോകുമ്പോൾ അയാൾക്കൊന്നും വേണ്ടാതെയാവുന്നു. അയാൾക്ക് കോളുകൾ ചെയ്യേണ്ട, ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അതും വേണ്ടാതായി. പിന്നെ ഒന്നും വേണ്ടാതായി. മൈ ഡെസ്റ്റിനി, വാട്ട് ഈസ് മൈ ഡെസ്റ്റിനി? ഹി ചൂസ് ഹിസ് ഡെസ്റ്റിനി. അവൻ തന്നെ അവൻ്റെ ഡെസ്റ്റിനിയെ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു വലിയ കാടിനുള്ളിലേക്ക് കടന്നു കയറിയിട്ട് അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വാനിനകത്തിരുന്നിട്ട് അവൻ്റെ ജീവിതം അവിടെ ജീവിച്ചു തീർക്കുകയാണ്. അവൻ ജീവിച്ചിരുന്നതിൻ്റെ അടയാളമായിട്ട് ചില കുറിപ്പുകൾ എഴുതി വെക്കുന്നു. പിന്നെ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഹണ്ട് ചെയ്യുക, മൃഗങ്ങളെ ഭക്ഷിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് അതും ഇല്ലാതായി. കാട്ടിലെ ചെടികൾ, മറ്റേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ, കാട്ടിലെ ചെടികൾ, ചെറിയ ചെറിയ പുൽച്ചാടികൾ, കാട്ടിലെ ചെടികൾ, പൂവുകൾ, കായ്കൾ, ഇതൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങി. അവസാനം ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്രത്യേകതരം വിഷച്ചെടി കഴിച്ച് ഇദ്ദേഹം മരിച്ചു പോവുകയാണ്. അയാൾക്ക് അറിയുന്നുണ്ട് ഞാൻ മരിക്കാറായി എന്ന്. പക്ഷേ ആ മരണത്തിലും അയാൾ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകളൊന്നും പ്രകടിപ്പിക്കുന്നില്ല. സാധാരണക്കാരനുണ്ടാകുന്ന അസ്വസ്ഥതകൾ തന്നെയാണ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തുള്ള ആഗ്രഹങ്ങൾ മൊത്തം ലിമിറ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, വളരെ ലിമിറ്റഡായ റിസോഴ്സിൽ നിന്ന് ആഗ്രഹിച്ച് അതിൽ നിന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിൽ അയാൾക്ക് വലിയ സങ്കടമൊന്നുമില്ല. സോ ഈ ഒരു മൂവിയുടെ ടോട്ടൽ വേർഡിക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കും, ഒരു സെക്കൻഡ് തോട്ട് എടുക്കും. ദിസ് ആർ വർത്ത്, എല്ലാം ഇത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വേർത്താണോ, നമ്മളത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും പറ്റുന്നവരൊക്കെ കാണേണ്ട ഒരു ചിത്രമാണ്. ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഇൻ ടു ദ വൈൽഡ്സ് എന്ന് പറയുന്ന ചിത്രം. പേഴ്സണലി ഭയങ്കര ഫേവാണ്. ഇതിലെ നായകൻ്റെ കാര്യമായാലും, ഇതിൻ്റെ ക്രൂസ് ആയാലും, ഇതിൻ്റെ മെമ്പേഴ്സ് ആയാലും, ഇതിൻ്റെ സ്റ്റോറി ആയാലും, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിസ് ഇസ് എ റിയൽ സ്റ്റോറി, ഇൻസ്പയർഡ് ഫ്രം എ റിയൽ സ്റ്റോറി എന്നും കൂടി വരുമ്പോഴാണ് നമ്മൾ ദാറ്റ് വാസ് റൈറ്റ് നൈസ് എന്ന് പറയാം.